BJP പിന്നെ ആണ്ട് മുങ്ങിയ ചെളിക്കുണ്ട് എന്താണെന്ന് വിമർശകരല്ല പറയുന്നത്. സ്വന്തം പാർട്ടിക്കാരൻ സ്വന്തം പാർട്ടി നേതാവിന് കത്തയക്കുകയാണ് തെളിവ് സഹിതം പറഞ്ഞുകൊണ്ട്. എന്തുണ്ട് അതിന് ന്യായം പറയാൻ? ഒരു തീർ- ന്യായം പറയാൻ വരരുത്, പോകരുത്, ആ പാർട്ടിക്കാരടക്കം പോകരുത്. തീർച്ചയായും അത് ശ്രീ MS വേണുഗോപാൽ, ഈ BJP-ക്കാർ തന്നെ, BJP-യിലെ വലിയൊരു വിഭാഗം തന്നെ ഈ കള്ളപ്പണം ഒഴുക്കിയതും, അതായത് അവരുടെ പാർട്ടി കേന്ദ്ര നേതൃത്വം നൽകിയ കൊടിക്ക് വരെ പണമിട്ട് നേടിയതിലെ നേതൃത്വത്തിൻ്റെ പങ്കടക്കം ബോധ്യമാക്കുന്ന കണക്കുകൾ അവരുടെ ദേശീയ നേതൃത്വത്തിന് അയച്ചു കൊടുത്തു. ആ കണക്കുകൾ വായിച്ചാൽ താങ്കൾ ഈ വാദം പറയില്ല. ഞാൻ എന്ത് വാദം പറഞ്ഞെന്നാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞ ഒറ്റ വാദമേ ഉള്ളൂ. അതായത് രാഷ്ട്രീയ പാർട്ടികൾ ചെറിയ കൊള്ളയും വലിയ പാർട്ടികൾ വലിയ കൊള്ളയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ TN ശേഷൻ പറഞ്ഞ പോലെ ഇലക്ഷൻ പ്രോസസ്സിൽ മാറ്റം വരുത്തണം. രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ട് പിരിവിൽ കുഴപ്പമില്ല, ഫണ്ട് പിരിച്ചോട്ടെ, പക്ഷേ പിരിച്ച് കണക്ക് കൊടുക്കുന്നതിൽ ഓഡിറ്റിംഗ് വേണം. അപ്പോൾ ഈ ഓഡിറ്റിംഗ് നടക്കാതെ അത്തരത്തിൽ ഓഡിറ്റിങ്ങിന് വിധേയമാകണോ? അത് രാഷ്ട്രീയ പാർട്ടികൾ മറ്റേത് സാംസ്കാരിക സംഘടനകൾക്ക് അത് വേറെ ഉണ്ട്. അത് ഓഡിറ്റിംഗ് അവിടെ നടക്കട്ടെ. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഓഡിറ്റിംഗ് രാഷ്ട്രീയ പാർട്ടികൾ നടത്താൻ ഇന്റേണൽ ഓഡിറ്റിംഗ് അല്ല, ഇന്റേണൽ ഓഡിറ്റിംഗ് എല്ലാവരും നടത്തിയെന്ന് പറയും. RSSനെ മുൻനിർത്തിയാണ് ഇതുപോലെ അയോധ്യയിലായാലും ഈ രീതിയിൽ പണങ്ങൾ സ്വരൂപിക്കുന്നതിലേക്ക് BJP നീങ്ങുന്നത്. നേരത്തെ കൃത്യമായി K. അനിൽകുമാർ വരച്ചിട്ടു. അങ്ങനെയാണെങ്കിൽ RSSും ഓഡിറ്റിങ്ങിന് വിധേയമാകണ്ടേ? അതെന്താ താങ്കൾ പറയാത്ത? അല്ല, അത് രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം ഞാൻ ഇവിടെ പേര് പറയുന്നതല്ലേ? അല്ല, സാംസ്കാരിക സംഘടനകളാണെങ്കിൽ സാംസ്കാരിക സംഘടനകളും അതിന് വേറൊരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് അവർക്കും ഫോളോ ചെയ്യാം. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം എന്തുകൊണ്ട് ഇത്ര വലിയ ഫണ്ട് കിട്ടുന്നു? ഇതെല്ലാം കിട്ടുന്നത് അധികാരമുള്ളത് കൊണ്ടാണ്. കേരളത്തിൽ അധികാരമുണ്ടെങ്കിൽ കേരളത്തിൽ ഫണ്ട് പിരിക്കാൻ പറ്റും, കൂടുതൽ ഫണ്ട് പിരിക്കാൻ പറ്റും. കേന്ദ്രത്തിൽ ഇത് നമ്മുടെ നാടിന്റെ ഒരു ശാപമാണെന്നുള്ളതാണ്. കേരളത്തിൽ ഒരു അധികാരവുമില്ലാതെ BJP കെട്ടുകണക്കിന് പണം ഓഫീസുകളിൽ എത്തിച്ച് ചുമടായി കൊണ്ടുപോയത് ഒരു വലിയ പണക്കാരൻ എന്നോട് പറഞ്ഞത്, ഇവിടെ ഞങ്ങളുടെ ഓഫീസിൽ ഫണ്ട് പിരിക്കാനായിട്ട് കോൺഗ്രസ് വന്നിട്ടുണ്ട്, CPM വന്നിട്ടുണ്ട്, പിന്നെ കേരള കോൺഗ്രസ് വന്നിട്ടുണ്ട്. എന്തിന് വളരെ നോർത്ത് ഇന്ത്യയിൽ വളരെ അപൂർവമായി കാണുന്ന RJD നോർത്ത് ഇന്ത്യയിലുള്ള RJD പോലുള്ള പാർട്ടികൾ, ഇവിടെ വളരെ അപൂർവമായി കാണുന്ന പാർട്ടികൾ വരെ വന്ന് നമ്മുടെ അടുത്ത് വന്ന് ഫണ്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ BJP-ക്കാർ ഞങ്ങളുടെ അടുത്ത് ഫണ്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഫണ്ട് മേടിക്കാതെ തന്നെ ഫണ്ട് അപ്പോൾ അതിൻ്റെ ഞാനതല്ല പറയുന്നത്, അസ്വാഭാവികത തോന്നില്ലേ? അത് തീർച്ചയായിട്ടും അസ്വാഭാവികതയുണ്ട്. അപ്പം അവർക്ക് അങ്ങനെ ഒരു ഫണ്ട് പിരിവില്ല. ദേശീയ തലത്തിൽ അവർക്ക് വിതരണം ചെയ്യുന്നതാണെന്നുള്ളത് അവരുടെ പാർട്ടിയാണ് നിശ്ചയിക്കേണ്ടത്. അവരുടെ പാർട്ടി നിശ്ചയിക്കുന്നില്ലെങ്കിൽ മറ്റു പാർട്ടികൾ അതിനകത്ത് ഇടപെട്ടാലേ പറ്റുള്ളൂ. പൊതുജനത്തിന് ഇടപെടാൻ പറ്റും ഈ കാര്യത്തിൽ. പൊതുജനത്തിന് എങ്ങനെ ഇടപെടുന്നത്? രാഷ്ട്രീയ പാർട്ടികളാണ് പരസ്പരം ജനാധിപത്യത്തെ ഞാനത് പറയാം. ശ്രീ M. ജയചന്ദ്രനിലേക്ക് പോവുകയാണ്. ശ്രീ M. ജയചന്ദ്രൻ, അതായത് എങ്ങനെയാണ് പൊതുജനത്തിന് ഇടാൻ പറ്റുന്നതെന്ന് നോക്കാം. അതായത് സ്വന്തം പണം മാറാൻ ക്യൂ നിന്ന് നൂറുകണക്കിന് പേരാണ് രാജ്യത്ത് മരിച്ചു വീണത്. അന്ന് ഈ BJP-ക്കാരും ഈ കേന്ദ്ര സർക്കാരും മോദിയും ഒക്കെ തീർത്ത നറേഷൻ രാജ്യത്തിൻ്റെ പണം സംരക്ഷിക്കാനാണ്, കള്ളപ്പണം ഒഴിവാക്കാനാണ്, തീവ്രവാദം ഒഴിവാക്കാനാണ്, പാകിസ്ഥാനിൽ നിന്നുള്ള പണമൊഴുക്ക് ഒഴിവാക്കാനാണെന്ന് എന്നായിരുന്നു നറേഷൻ. എന്നിട്ട് ഈ കോടികളുമായ ഒരു ABVP നേതാവ് സെൽഫി എടുത്തിട്ട് ഒരു ചോദ്യം പോലും അവരുടെ പാർട്ടി ചോദിക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ് പൊതുജനത്തിന് എന്താണെന്ന് ഇക്കാര്യത്തിൽ. അതാണ് MS വളരെ മനോഹര ഭാഷയിൽ പറഞ്ഞു വെച്ചത്. പക്ഷേ ഇത് തെറ്റാണെന്ന് ഒടുവിൽ അദ്ദേഹം സമ്മതിച്ചു. പൊതുജനത്തിന് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പൊതുജനങ്ങളെക്കാൾ കൂടുതൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഈ കാര്യത്തിൽ മുന്നോട്ടിറങ്ങണമെന്നാണ് പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം നമ്മള് BJP-യെ നേരിടാൻ കോൺഗ്രസോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി മൊത്തമോ ഇറങ്ങി പ്രവർത്തിക്കുന്നതും ഇവിടുത്തെ ഏതെങ്കിലും ഒരാൾ പെറ്റീഷൻ കൊടുക്കാൻ പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന് എത്രത്തോളം അത് കൈകാര്യം ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രാഷ്ട്രീയ പാർട്ടികളാണ് മുന്നോട്ട് ഇറങ്ങേണ്ടത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ ജനങ്ങളുടെ പണം മാറാൻ, സ്വന്തം പണം മാറാൻ ക്യൂ നിന്ന് മരിച്ച കാര്യമാണ് പറഞ്ഞത്. അത് BJP വരുത്തി വെച്ച അന്ന് BJP-ക്കാരുടെ നറേഷൻ എന്തായിരുന്നു? പക്ഷേ ഇപ്പോഴോ ശ്രീ M. ജയചന്ദ്രൻ കംപ്ലീറ്റ് ചെയ്യും. അതിനകത്ത് രാഷ്ട്രീയമല്ല, അദ്ദേഹം നിർത്തിയില്ലല്ലോ. താങ്കൾ പറയൂ, സമയപരിമിതി.
ആ അല്ല, പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഈ കേരള രാഷ്ട്രീയത്തിൽ നാളിതുവരെ, കേരളത്തിന്റെ പാർലമെന്ററി രാഷ്ട്രീയ ചരിത്രത്തിൽ നാളിതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറ്റിയും ഉന്നയിക്കാത്ത ഒരു ആരോപണമാണ് സ്വന്തം പാർട്ടിയെ പറ്റി ബി ജെ പിക്കാരൻ തന്നെ അഖിലേന്ത്യാ സെക്രട്ടറി ബി എൽ സന്തോഷിന് പരാതി എഴുതി അയക്കുന്നത്. താൻ ദൃക്സാക്ഷിയാണ് എന്ന തെളിവുകൾ അടക്കമാണ് ഈ പരാതി ചെല്ലുന്നത്. കേരളത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു പരാതി ഒരു പാർട്ടിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളിടത്താണ് ഈ പരാതിയുടെ പ്രാധാന്യവും പ്രസക്തിയും നിൽക്കുന്നത്. അതിനെ തെരഞ്ഞെടുപ്പ് അഴിമതിയായിട്ടോ ടി എൻ ശേഖരൻ പറഞ്ഞതുമായിട്ടോ ഒന്നും ഒരു ന്യായവും പറയാനേ ഇല്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഈ പാർട്ടിയിൽ എന്നുള്ളതാണ് ചിന്തിക്കേണ്ട വിഷയം. അപ്പൊ ആ പാർട്ടിയിൽ ഇപ്പൊ ബി എൽ സന്തോഷിന്റെ അടുത്ത് പറയാവുന്ന ബി എൽ സന്തോഷിന്റെ അദ്ദേഹം ഏത് ഭാഗത്താണെന്നും തയ്യപ്പാലൊക്കെ ആയിട്ടാണെന്നുള്ള ഒന്നും രഹസ്യമൊന്നുമല്ല. അപ്പൊ ബി എൽ സന്തോഷിന് പരാതി അയക്കുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, എന്താണ്? ഇതൊക്കെ പകൽ പോലെ വ്യക്തമാണ്. ശ്രീ വേണുഗോപാൽ, താങ്കൾ അതിനെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും കൂട്ടിച്ചേർത്തിട്ടോ കൂട്ടിക്കുഴച്ചിട്ടോ കാര്യമില്ല. ബി ജെ പി പിന്നെ ആണ്ട് മുങ്ങിയ ചെളിക്കുണ്ട് എന്താണെന്ന് വിമർശകരല്ല പറയുന്നത്. സ്വന്തം പാർട്ടിക്കാരൻ സ്വന്തം പാർട്ടി നേതാവിന് കത്തയക്കുകയാണ് തെളിവ് സഹിതം പറഞ്ഞുകൊണ്ട്. എന്തുണ്ട് അതിന് ന്യായം പറയാൻ? ഒരു ന്യായം പറയാൻ വരരുത്, പോകരുത്. ആ പാർട്ടിക്കാരടക്കം പോകരുത്. തീർച്ചയായും അത്രമേൽ അധപ്പതിച്ചില്ലേ ആ പാർട്ടി?